ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ സെർബിയയിലാണുള്ളത്. യൂറോപ്യൻ കൺട്രിയായ സെർബിയയിലാണുള്ളത്. സെർബിയയിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തതാണ്. ഇത് ബെൽഗ്രേഡ് നിന്നും നമ്മൾ യാത്ര തുടർന്ന് ചാച്ചക്കിലേക്ക്, അവിടെ നമ്മുടെ ബോസിൻ്റെ ഒരു കൃഷിഭൂമിയിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ അതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ചാച്ചക്കിലേക്ക് പോകുന്ന വഴിയിലുള്ള അതിമനോഹരമായ കാടും വനങ്ങൾ, അടിപൊളി വനങ്ങളൊക്കെയാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗണ്ടൈനുള്ളത്. നമ്മൾ വിചാരിച്ചു കേരളത്തിൽ മാത്രം ഇഷ്ടംപോലെ മൗണ്ടൈൻ, ഇന്ത്യയിലൊക്കെ നല്ല മൗണ്ടൈനൊക്കെ ഉണ്ട്. ഇത് അടിപൊളി മൗണ്ടൈനുകളാണ്. മൗണ്ടൈൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റിൽ നല്ല അടിപൊളി തടാകങ്ങളൊക്കെ ഉള്ള എന്ത് രസമാണെന്ന് അറിയാം. വളരെ മനോഹരം. നേരിട്ട് കണ്ടാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾ സെർബിയയിലുള്ള ആൾക്കാർ വെറുതെ എങ്കിലും ചാച്ചക്കിലേക്ക് ബസ് കയറിയെങ്കിലും ഒന്ന് പോകണം. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിപൊളി. ഇത് ഞങ്ങളൊരു വർക്കിന് പോയതാണ് സ്ഥലത്ത്. നേരത്തെ ഒരു വർക്കിന് പോയ സ്ഥലത്ത് അവർക്ക് വീഡിയോകളൊക്കെ എടുത്തിട്ടൊരു സ്ഥലത്ത് പോയതാണ്. ഇതാണ് ഞങ്ങളുടെ വീടും കൃഷിസ്ഥലമൊക്കെ. റാസ്ബെറിയാണ് കേട്ടോ. റാസ്ബെറിയുടെ കൃഷിഭൂമിയാണ് നമ്മുടെ ബോസിനുള്ളത്. അവിടേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ പോയതാണ്. ഭയങ്കര മൗണ്ടൈൻ തടാകങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി. നമ്മൾ ചില സിനിമകളിലൊക്കെ ഉള്ളൂ ഇങ്ങനെ കാണും. നമ്മുടെ ബോസിൻ്റെ വണ്ടിയാണ്, ട്രാക്ടർ വണ്ടിയാണ്. ട്രാക്ടർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ട്രാക്ടർ വണ്ടിയാണ്. എന്താ സ്റ്റൈലത് കാണാനൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ ഞങ്ങളുടെ ഒരു ആഫ്രിക്കക്കാരൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ അബി എന്ന് പറഞ്ഞ ഒരാൾ. ഞങ്ങൾ 3 പേരാണ് പുള്ളിക്ക് കൂട്ടിന് വേണ്ടി പോയത്. അങ്ങനെ അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു ദിവസം നല്ല ചിൽ മൂടായിട്ട് പോയാണ്. താഴോട്ടുള്ള വീടുകളൊക്കെ കാണാനൊക്കെ ഉണ്ട്. പുനൂരും ആ വീടുകളൊക്കെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. മൗണ്ടൈൻ, അടിപൊളി മൗണ്ടൈനുമാണ്. കണ്ട സെർബിയയിലുള്ള ആൾക്കാരൊക്കെ വെറുതെ എങ്കിലും ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ അവധി കിട്ടുമല്ലോ. അപ്പോഴത്തേനും നമുക്കൊന്ന് ചിൽ മൂടാവാൻ പറ്റിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ട് ഒരു വണ്ടിയൊക്കെ സംഘടിപ്പിച്ച് ഒരു ദിവസം വീക്കെൻഡ് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി നല്ല സ്ഥലങ്ങളാണ്. ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റും ഉണ്ട്, അതിനിടയ്ക്ക് കൃഷിഭൂമികളുണ്ട്. എല്ലാം കൂടെ ഇടകലർന്നൊരു പ്രദേശമാണ് ചാച്ചക്ക് എന്ന് പറയുന്നത്. ശരിക്കും ചാച്ചക്കല്ല, ചാച്ചക്ക് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്കാണ് നമ്മൾ പോയത്. സ്ഥലത്തിൻ്റെ പേരൊന്നും നമ്മുടെ അതിൽ കൊള്ളാത്ത പേരുകളാണ് ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉറപ്പിക്കുന്നില്ല. നിങ്ങൾ അത്യാവശ്യം വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതാണ് നമ്മുടെ ആഫ്രിക്കക്കാരൻ, ഗാനക്കാരനാണ്. ഇമാനുവൽ കോബിള എന്നാണ് പേര്. അബിയാണ് കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസത്തെ പദ്ധതികളാണ്, ഒരു ദിവസത്തെ പരിപാടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്ന വണ്ടിയാണ് ആ കിടക്കുന്നത്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനെ കൊണ്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ട്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ്. അവിടെ ഒരു അമ്മാവൻ മാത്രമേ ഉള്ളൂ, ഗ്രാൻഡ്മ മാത്രമേ ഉള്ളൂ. അമ്മാമ്മയാണ് അവിടെ എല്ലാം നോക്കേണ്ടത്. ഞങ്ങൾ പറിച്ച റാസ്ബെറിയാണ്. ഞങ്ങളുടെ തോട്ടം അവിടെ കൃഷി തുടങ്ങിയതേ ഉള്ളൂ. വിളവെടുത്ത് തുടങ്ങിയിട്ടില്ല. നട്ട് തൈയായി അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്കെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതെല്ലാം. തിരിച്ച് പോകുന്ന വഴിക്കെടുത്ത കുറച്ച് വീഡിയോസുകൾ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് വോയിസ് റെക്കോർഡ് ചെയ്തൊക്കെ ഇടുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അശകുനങ്ങളൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് ഇതാദ്യമായിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെയാണ് ഇങ്ങനെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ ഇടുന്നത്. ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല.